തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് ജോസഫ് വിജയ്. അച്ഛൻ സിനിമാഭിനയം നിർത്തിയപ്പോൾ മകൻ സിനിമയിലേക്ക് അരങ്ങേറുകയാണ്. വിജയുടെ മകൻ ജീസൺ സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിഗ്മ എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നു. അതിന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ ജീസൺ അച്ഛനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. അച്ഛനുമായുള്ള എല്ലാ ബന്ധവും ജീസൺ സഞ്ജയ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് സഞ്ജയുടെ ഈ വാക്കുകൾ. അച്ഛന്റെ വലിയൊരു ലെഗസി ഉണ്ട്. മാത്രമല്ല, ഒരു ചരിത്രപരമായ നേട്ടം നേടിയ ആളാണ് അച്ഛൻ. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇരിക്കുമ്പോൾ എന്ത് സംസാരിക്കുന്നതിനും ഞാനും എൻ്റെ സഹോദരിയും ഞങ്ങളുടെ കുടുംബത്തിലെ ആരും വളരെ കരുതലുണ്ടാവണം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ജെയ്സൺ പറയുന്നു. പിന്നെ സിനിമയിലേക്കുള്ള സഞ്ജയുടെ വരവിനെ വിജയ് പിന്തുണച്ചില്ല, വിജയെ സഞ്ജയ് ചെന്നു കണ്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിനും സഞ്ജയ് വ്യക്തമായ മറുപടി നൽകുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ അച്ഛൻ ഒരൊറ്റ ഉപദേശം മാത്രമേ തന്നിട്ടുള്ളൂ: നീ നിന്റെ സ്വന്തം പ്രയത്നത്തിൽ വളർന്ന് നിന്റെ പേര് നേടിയെടുക്കണമെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപദേശമാണത്. അച്ഛന്റെ ആ വാക്കുകളോട് എനിക്കും 100% യോജിപ്പുള്ളതുകൊണ്ട് ആ വിഷയത്തിൽ കൂടുതൽ സംസാരമൊന്നും വേണ്ടി വന്നിട്ടില്ല. എനിക്കും എൻ്റെതായ ഐഡന്റിറ്റി ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. അച്ഛൻ എന്നോട് പറഞ്ഞത്: നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം, പക്ഷെ നീ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചോദിക്കണം, അല്ലാതെ ഞാനായി ചെയ്തു തരില്ല, എന്ത് വേണമെന്ന് ചോദിക്കില്ല എന്നാണ്. അച്ഛനോടും അമ്മയോടും എന്നും താൻ അതിന് താങ്ക്ഫുൾ ആണെന്നും ജെയ്സൺ പറയുന്നു. അച്ഛന്റെ സിനിമാ സെറ്റുകളിൽ പോയിട്ടുള്ള ഓർമ്മകളും അച്ഛന്റെ തോളിലിരുന്ന് ആദ്യമായി IPL മാച്ച് കണ്ടതുമൊക്കെയായ ഓർമ്മകൾ ജേസൺ പങ്കുവയ്ക്കുന്നുണ്ട്. ഹോളിവുഡിൽ ജേസൺ സ്റ്റാഥത്തിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ അവസരം ലഭിച്ചാൽ, അതിൽ ഇന്ത്യൻ നടനെ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ തീർച്ചയായും എൻ്റെ ആദ്യത്തെ ചോയ്സ് അപ്പയായിരിക്കുമെന്നാണ് ജേസൺ സഞ്ജയ് പറഞ്ഞത്. വേട്ടേക്കാരൻ എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്ത് വിജയ്ക്കൊപ്പം ജേസൺ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛനൊപ്പം അഭിനയിക്കുന്നതിനെക്കുറിച്ച് അന്ന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചതിന്റെ വില മനസ്സിലാകുന്നു. എല്ലാവരെയും പെട്ടെന്ന് കണ്ടപ്പോൾ ആക്ഷൻ പറഞ്ഞതും ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചതൊക്കെ ഇന്നും ഓർമ്മയുണ്ട്. ഭാവിയിൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ജെയ്സൺ സഞ്ജയ് ആ സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഇപ്പോഴും ജേസന്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് അപ്പ തന്നെയാണ്. ഇങ്ങനെ ഒരു ഹോളിവുഡ് പടം വന്നാലും തന്റെ അച്ഛനെ തന്നെ ആദ്യം തിരഞ്ഞെടുക്കുമെന്ന് പറയുന്ന ഒരു മകന്, അമ്മയുമായി പിരിയുന്നു എന്ന കാരണം കൊണ്ട് അച്ഛനെ വെറുക്കുന്ന ഒരു മകന് ഒരിക്കലും അത് പറയാൻ സാധിക്കില്ല. അതേ അഭിമുഖത്തിൽ അച്ഛന്റെ തോളിൽ ഇരുന്ന് ആദ്യമായി IPL മാച്ച് കണ്ട ഓർമ്മയും ജേസൺ വളരെ വികാരാധീനനായി പറയുന്നുണ്ട്. നല്ല ഓർമ്മകൾ നൽകിയൊരു അച്ഛനാണ് വിജയ് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം. കാരണം ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് ഓർമ്മകളാണ്. ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ വിജയ് തൻ്റെ കുട്ടികൾക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പലരും പറയുന്നത്. വിജയ് കുറേ സിനിമകളിൽ അഭിനയിച്ചു, ഒരു താരവുമായി വിജയ്ക്ക് ബന്ധമുണ്ട് എന്നൊക്കെ തരത്തിലുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. അതേസമയം സംഗീതയെ ഒപ്പം സംഗീതയെ ചേർത്ത് പിടിച്ചും ഈ ജെയ്സണും വിജയ്ക്ക് കുട്ടികളെ വേണ്ട, കുട്ടികൾക്ക് അമ്മയെ മതി എന്നൊക്കെ പറഞ്ഞുള്ള പല പരാമർശങ്ങളും വരുന്നുണ്ട്. എന്നാൽ മക്കൾക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ജെയ്സന്റെ ഈ ഇന്റർവ്യൂയിലൂടെ നമുക്ക് മനസ്സിലാകും. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു നാടിനെ, അല്ലെങ്കിൽ ഒരു തമിഴ്നാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യൂ, ആദ്യം ഭാര്യയെ നോക്കൂ എന്നൊക്കെ പരിഹസിച്ചവരുണ്ട്. അതിനെല്ലാം മറുപടിയാണ് വിജയുടെ മകന്റെ ഈ ഇന്റർവ്യൂ. തന്റെ അപ്പ തന്നെയാണ് തന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി. തന്റെ കുടുംബത്തിൽ എന്ത് നടന്നാലും, തങ്ങൾ എവിടെയെങ്കിലും റിയാക്ട് ചെയ്താലോ അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന ഓരോ വാക്കും അദ്ദേഹത്തെ ബാധിക്കുമെന്നും അതനുസരിച്ച് തങ്ങൾ സംസാരിക്കൂ എന്നും ജേസൺ വളരെ പക്വതയോടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നല്ല അപ്പയ്ക്കൊപ്പമുള്ള നല്ല കുറെ ഓർമ്മകളും ജേസൺ പങ്കുവെക്കുന്നുണ്ട്. ഇത്രയും തിരക്കുള്ള ഒരു നടനായിരുന്നിട്ട് കൂടി തന്റെ കടമകൾ ഒരിക്കലും വിജയ് മറന്നിട്ടില്ല എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്.